ഹലോ ഗൈസ്, ഇപ്പം ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പ്രത്യേകിച്ച് പറയാൻ ഞാൻ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊരു പ്ലാൻ വന്നത്. പതിവില്ലാത്ത കുറച്ച് പണികളാണ് എനിക്കിന്നുള്ളത്. ചോറ് വെക്കാണ്ട്. പിന്നത്തെ പണിയെന്ന് പറയുമ്പോൾ അടുക്കളയിൽ ഒരു അംഗം കേട്ടോ ഗൈസ്. ആ അംഗം കഴിയുമ്പോഴത്തേക്കൊരു സമയമാവും. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ട് അത് വാഷ് ചെയ്ത് കൊണ്ടുപോകലാണ് എൻ്റെ പണി. എല്ലാ ദിവസവും ഒരേ റുട്ടീനാണ് എൻ്റെ ജോലി. ചില സമയത്ത് അവിടെയും ഇവിടെയൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കൂ, ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്ത് രസമാണ്, എത്ര സിമ്പിളാണ്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ചതി മനസ്സിലാവുക. ഞാൻ അലക്കി വരുമ്പോഴത്തേക്കും വെയിൽ അത്യാവശ്യം ടെറസിൻ്റെ മുകളിൽ സെറ്റായി നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ എൻ്റെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് എൻ്റെ മീനൊക്കെ ഉണ്ട്. ആ മീനൊക്കെ പോയി നോക്കലാണ് എൻ്റെ പണി. മീനിന് ചെറിയ ചെറിയ മക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ആമ്പൽക്കുളമാട്ടോ. ആമ്പലിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അടിച്ചു വാരലെന്ന് പറഞ്ഞ ജോലി ഞാൻ എവിടെ പോയാലും എനിക്ക് പറ്റില്ല. ഞാൻ വേറെ ഏതെങ്കിലും പണിയിലേക്ക് നിൽക്കുക ചെയ്യൽ. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് ആദ്യം മുതലേ ഇഷ്ടമല്ലാത്തൊരു ജോലിയാണത്. ചില സമയത്ത് കട്ടിൽ വിരിക്കാനും പിന്നെ കർട്ടൻ മാറ്റാനും ഇതൊക്കെ എനിക്കൊരു ഇഷ്ടമാണ്. പക്ഷേ അടിച്ചു വാരി തുടയ്ക്കുക എന്ന് പറഞ്ഞ ജോലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ നമ്മളെ വീടല്ലേ, നമ്മൾ തന്നെ അടിച്ചാരി തുടയ്ക്കണ്ടേ. എല്ലാ റൂമും എനിക്ക് എപ്പോഴും ഫുൾ ലൈറ്റും അതുപോലെ തന്നെ വെളിച്ചവും എല്ലാം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാ ജനലിൻ്റെ കർട്ടനും അതുപോലെ തന്നെ ഡോറും എല്ലാം തുറന്നിടും. എപ്പോഴും അമ്മേൻ്റെ അടുത്ത് ചീത്തയേക്കും കേട്ടോ. കാരണം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇത് പൂട്ടും വേണോ, അല്ലെങ്കിൽ അതിലൂടെ കൊതുക് വരും. ഈ ജനവാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വെട്ടം അത് അടിപൊളിയാട്ടോ. എനിക്കിങ്ങനെ ഇരുട്ട് റൂമിലിരിക്കുക, ഇരുട്ട് അതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കണം, അതാണ് എനിക്കിഷ്ടം. എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ. പിന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു കട്ടിൽ വിരിക്കലാട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിലും ഇതൊരു പണി തന്നെയാണ്. പിന്നെ ഇന്ന് എനിക്ക് ഒരിക്കലാണ് ബലിയിടാനുള്ള കാരണം കൊണ്ട്. അപ്പം 2 മണീൻ്റെ മുന്നേ ഫുഡ് കഴിക്കണം. ആ സമയമാകുമ്പോഴത്തേന് എനിക്ക് ചോറാവണം. അപ്പം ഞാൻ സ്പീഡിലാണ് ഈ ഒരു പണികളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതെൻ്റെ റൂമാട്ടോ. ഈ റൂം ഞാൻ എങ്ങനെയൊക്കെ ആക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഇനി ഇത് പെയിൻറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. കാരണം കണ്ടോ ഗൈസ്, ഇതിലെവിടെയൊക്കെ ഞാൻ ഓരോ പ്ലാൻസൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ കട്ടിൽ എൻ്റെ റൂമൊക്കെ വിരിക്കുക എന്ന് പറയുമ്പോൾ അതിലും വേറെ എനിക്കൊന്നുമില്ല. എനിക്ക് ഈ റൂം ഭയങ്കര അറ്റാച്ചാണ്. എനിക്ക് ഈ റൂമിൽ കിടക്കേണ്ട ഉറക്കം വരില്ല കേട്ടോ. എന്നെപ്പോലെ സ്വന്തം റൂമിൽ കിടന്ന ഉറക്കം വരാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ റൂമെന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ റൂമാട്ടോ. പ്രത്യേകിച്ച് ഡോറും കാര്യങ്ങളൊന്നും ഇല്ല. ആർക്കും കടന്നു വരാം, എപ്പോഴും കടന്നു വരാമെന്ന് പറഞ്ഞൊരു റൂമാണേ. എല്ലാ അടിച്ചു വരലിൻ്റെ അവസാനം ചെന്നെത്തിക്കുക എൻ്റെ റൂമിലാട്ടോ. കാരണം ഇത് ആദ്യം ഒരു കിച്ചണായിരുന്നു. പിന്നെ കിച്ചൺ പുറത്തേക്ക് എടുത്തപ്പോൾ ഞാനത് റൂമാക്കി. ഈ റൂമിലുള്ള വൈബ് എന്ന് പറഞ്ഞാൽ അത് അടിപൊളി തന്നെയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വരലെന്നുള്ള സംഭവം കഴിഞ്ഞു കേട്ടോ. വാതിലടിച്ചത് കണ്ടോ? ഇനി അടുത്തതാണ് അടുക്കളയിലുള്ള അംഗം. എത്ര കണ്ട് രാത്രി വൃത്തിയാക്കി വെച്ചാലും രാവിലത്തെ അടുക്കള കാണുമ്പോൾ ദേഷ്യം വരും. എന്ത് ചെയ്യാനാലേ, നമ്മളെ അമ്മമാർ ഇങ്ങനെ തന്നെയായിരുന്നെന്ന് എനിക്കറിയാം. പിന്നെ അതൊക്കെ ഒരു ശീലമാകുമ്പോൾ നമുക്കതൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇത് കണ്ടോ, ചോറാവാനുള്ള എൻ്റെ ഓരോ തന്ത്രപ്പാടാട്ടോ. ഫൈനലി വെള്ളം തളിച്ചപ്പോൾ ഞാൻ അരിയിട്ട്. കുറച്ച് അരി മതി, കാരണം ഒരു നേരം മാത്രമല്ലേ ചോറ് കഴിക്കാൻ പറ്റുള്ളൂ. അമ്മ വരുമ്പോഴത്തേക്ക് ചോറാവണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ചീത്ത വെക്കും. ഈ ഒരു പണി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫുൾ എല്ലാം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കാൻ. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നെപ്പോലെ മടിയുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്നാലും ഇത്രയും ലോങ്ങുള്ള വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പറ്റിയെന്നും വരില്ല, അങ്ങനെയും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇത് വേറെ ഒരു പണിയാണ്. വൃത്തിയാക്കി ഒതുക്കി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദേഷ്യം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ സ്പീഡാക്കിയാണ്, പക്ഷേ ഇത് സ്ലോ മോഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നതെന്നറിയോ. എന്നാലും ഇതൊരു രസമൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പണിയാണ് പാത്രം കഴുകുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് വെള്ളവും സോപ്പും ഇതുണ്ടെങ്കിൽ പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര വെള്ളക്ഷാമമാണ്. വെള്ളക്ഷാമം എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പണ്ട് കാലത്തൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെയാണ് വെള്ളം ചുമന്ന് കൊണ്ടുപോയിട്ടുള്ളതെന്ന്. ഇപ്പം ഒരു വേനലൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയാണ് വെള്ളത്തിന്. എൻ്റെ നാട്ടിലാകെ 2-3 കിണറുകളുള്ളൂ. ഫുള്ള് ഹൗസ് കണക്ഷനാണ്. ആദ്യമൊക്കെ ജപ്പാൻ ഉണ്ടായിരുന്നു. ആ ജപ്പാൻ ഇപ്പോൾ റോഡ് പണിയായ കാരണം ജപ്പാനിലും വെള്ളം വരില്ല. ആ പൈപ്പൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ചെയ്യുന്ന പണിയാണ് പാത്രം കഴുകുക. കാരണം എല്ലാ സ്ഥലത്തും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പാത്രങ്ങൾ ഉണ്ടായിരിക്കും. ഈ പാത്രം കഴുകൽ കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞ്. പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് അവിടെയൊക്കെ തുടച്ച് ക്ലീനായി കഴിഞ്ഞാൽ മനസ്സിലൊരു സുഖം കിട്ടാണ്ട്
അത് വേറെ തന്നെയാണ്. തുടയ്ക്കാൻ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ അടുപ്പും അതുപോലെ തന്നെ അടുക്കളേൻ്റെ ഈ ഒരു സൈഡൊക്കെ തുടയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ ദിവസവും ഇതേ പണി റിപ്പീറ്റായി വരും. ഇതന്നെയാട്ടോ എനിക്കും പണി. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓരോരോ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. ഇതിൽ ആഡ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. രാവിലെ എണീറ്റ് പാടെ ചായ കുടിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഓർക്കണത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. ഫ്രിഡ്ജിൻ്റെ താഴെ എങ്ങനെ എന്താണെന്ന് നോക്കണ്ട കേട്ടോ. ഫ്രിഡ്ജ് കേടായപ്പോൾ അതിൽ പരീക്ഷണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് സക്സസ് ആവുമോ എന്നറിയില്ല. എന്നിട്ട് വേണം എടുത്തു മാറ്റാൻ. ഞാനും എൻ്റെ ട്വിൻ സിസ്റ്ററും കൂടി ഇവിടെ ഒരു കഥയാക്കും എല്ലാ സമയത്തും. ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പപ്പീനെ കുളിപ്പിക്കാൻ പോകാണ്ട് ഗൈസ്. ഇതൊരു വല്ലാത്തൊരു കുളിപ്പിക്കൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ കുളിച്ചുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് എനിക്ക് മാറ്റേണ്ടി വന്നു. കാരണം അവൾ കുളിച്ച് കഴിഞ്ഞാൽ ആകെ എൻ്റെ ഡ്രസ്സ് നാശമാക്കും. അപ്പോൾ എൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ ഷർട്ടാണ് ഗൈസ്, ഒരു ഗ്ലൗസും. കാരണം എന്താണെന്ന് വെച്ചാൽ ചളിയിൽ എവിടെ നിന്നൊക്കെ ചളിയിൽ നിന്ന് കളിച്ച് വന്നിക്കുകയാണ്. വിട്ട് കഴിഞ്ഞാൽ മുറ്റത്ത് ഓടി കളിക്കും. പിന്നെ കുളിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. ഭയങ്കര മടി. കൂടൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കാൻ വേണ്ടി വെക്കും. ആ സമയം ആളെ കല്ലിൻ്റെ മുകളിൽ വെക്കും കേട്ടോ. എന്നെ അങ്ങനെ നോക്കുന്നുണ്ട്. എന്നാലും ആൾക്ക് അറിയില്ല കുളിക്കാൻ ഭയങ്കര മടി. എന്നോട് ഭയങ്കര അറ്റാച്ചാട്ടോ. അമ്മ കുളിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അമ്മനോട് ഒരു ചെറിയൊരു കടിപിടിയൊക്കെയാണ്. ഞാൻ അങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ആളോട് ഇങ്ങനെ നല്ല നല്ല രീതിയിൽ നിൽക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ രാത്രി ആളെ കാണണം, വീട്ടിൽ ആളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ഒരു 7-8 വർഷമായി ആൾ ഞങ്ങളെ കൂടെ. കുളിച്ചപ്പോൾ സുന്ദര തക്കുടു മണിയായിട്ടുണ്ട്. പ്രതീക്ഷിക്കാതാണ് വോട്ടിൻ്റെ ഫോം ഫില്ല് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടേക്ക് പോയി. പിന്നെ അമ്മ വന്നു, പപ്പടം ഉണ്ടാക്കുന്ന വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റിലാണ് അത് ഓണാക്കിയില്ലെന്ന് മനസ്സിലായത്. ഇതൊരു വെറൈറ്റി സാധനമാണ്, മുളക് ഫ്രൈ. മുളക് സെൻറ്ററിൽ കീറിയിട്ട് അതിൽ നന്നായിട്ട് ഇങ്ങനെ ഉപ്പ് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്യുക. സംഭവം കിടുവാണ്. എരിവുണ്ടാവില്ല, കഴിക്കാൻ അടിപൊളിയാണ്. ഇത് അമ്മയ്ക്കുള്ള മുളകാട്ടോ. എനിക്ക് ഈ മുളക് പറ്റില്ല. ഇത് വീട്ടിലുണ്ടായ മുളകാണ്. ഭയങ്കര എരിവാണ്. മുളക് ക്രേസുള്ള ആൾക്കാർ ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കൂ. സംഭവം കിടുവാണ്. ഇത് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ പറയുന്നതൊന്നും നോക്കണ്ട. പിന്നെ ചോറും കറിയും ഉപ്പേരിയും എല്ലാം കൂട്ടി ഒന്ന് ഭക്ഷണം കഴിച്ച് ഞാനൊന്ന് ചെറുതായിട്ട് കിടന്നുറങ്ങി ഗൈസ്. അത് കഴിഞ്ഞ് രാമനാട്ടുകരയിലേക്കൊന്ന് പോയി. കാരണം ഡ്രസ്സ് എടുത്തത് ഒന്ന് മാറ്റിക്കാനുണ്ടായിരുന്നു, അമ്മ എടുത്തത്. അപ്പോൾ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുക്കുമായിരുന്നു. ഇതാട്ടോ എൻ്റെ ടൗൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രാമനാട്ടുകര. ഇത് രാമനാട്ടുകര ഫ്ലൈ ഓവറാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോരുക കേട്ടോ. വേഗം പോന്നിട്ടുണ്ട്. കാരണം ചേച്ചിയും ഏട്ടനും അമ്മൂമ്മയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേന് വീട്ടിലെത്തും വേണം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി അടിച്ചു തരും, മേല് കഴുകണം. അത് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കത്തിക്കൽ നിർബന്ധം കേട്ടോ. പൊതുവേ ഞാൻ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാറുണ്ട്. വിളക്ക് കത്തിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പണികളും കഴിയും കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ കലണ്ടറിൽ അസ്തമയവും ഒക്കെ നോക്കിയിട്ടാണ് വിളക്ക് കത്തിക്കുക. കാരണം ആ ഒരു ടൈമിൽ കറക്റ്റ് ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ വിളക്ക് കത്തിക്കണം. പിന്നെ പഴം പുഴുങ്ങിയതൊക്കെ കൂട്ടി ചായ കുടിച്ചു. പിന്നെ കുറേ മടക്കി വെക്കാനുണ്ടായിരുന്നു. 2 ദിവസത്തിൻ്റെ അടുത്ത് മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ മടക്കി വെച്ച് അലമാരയിൽ ഒതുക്കി വെച്ചു. അപ്പോൾ നാളെ രാവിലെ നേരത്തെ എണീക്കാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.